ഇത് ഈ പാകിസ്ഥാന്റെ ആണവ പ്ലാന്റുകൾ യഥാർത്ഥത്തിൽ പിന്നെ നശിപ്പിച്ച് അല്ലെങ്കിൽ നശിച്ചു പോയിട്ടുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ കിർണാക്കുന്നിലെ ആണവ നിലയത്തിൽ അറ്റാക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. അണുവികിരണം ഉണ്ടായി. അതിനെ തുടർന്ന് ചില അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഒക്കെ അവിടെ എത്തിയിരുന്നു. ഒരു 4ഓളം അമേരിക്കൻ ഉദ്യോഗസ്ഥർ അവിടെ എത്തി. അവസാനം IAEA അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അവർ പറഞ്ഞു അണുവികിരണം ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് സംസാരങ്ങൾ ഇതിനിടയിലൊക്കെ വന്നുപോയി. നോക്കുമ്പോൾ അതിനിടയിൽ ഈ പറഞ്ഞതുപോലെ ട്രംപ് വളരെ കാര്യമായിട്ട് വിളിക്കുന്നുണ്ട് മോദിയെ. അതായത് ഈ അറ്റാക്കൊക്കെ നടക്കുന്ന സമയത്ത് ആ സമയത്ത് അധികം പുറത്തോട്ട് വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ കഹൂട്ട എന്ന് പറയുന്ന ആണവ പ്ലാന്റ് ഉണ്ട്, സംഭരണശാല ആണവ പ്ലാന്റ്, ന്യൂക്ലിയർ പ്ലാന്റ് ഉണ്ട്. ആ ന്യൂക്ലിയർ പ്ലാന്റിനെ ഇന്ത്യ ആക്രമിച്ചു, ഇല്ലാതെയാക്കി എന്നാണ് പറയുന്നത്. കഹൂട്ട പ്ലാന്റിന് ഈ കഹൂട്ട പ്ലാന്റ് എന്ന് പറയുന്നത് അതായത് അത് വളരെ വലിയൊരു അറ്റാക്ക് ആ സമയത്ത് ഇന്ത്യയിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഈ പ്രത്യാക്രമണങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ട്. അത് പാകിസ്ഥാൻകാർ യാതൊരു വെളിവും വെള്ളിയാഴ്ചയില്ലാതെ, അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും, വെളിവും വെള്ളിയാഴ്ച ഇല്ലാതെ എന്നൊന്നും പറയാൻ പറ്റില്ല, അവരറിഞ്ഞുകൊണ്ട് തന്നെ അത് 2 നേരെ ഡൽഹിയിലേക്ക് അയച്ചു. ഡൽഹി അതുവരെയും നമ്മൾ വളരെ ക്ഷമയോടെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഓരോ അറ്റാക്കും നടത്തിക്കൊണ്ടിരുന്നത്, ഓരോ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് പെട്ടെന്ന് ഏജൻസികൾക്ക് ഈ ഒരു വിവരം കിട്ടുന്നത്. അവർ അറിയുന്നത് ഇങ്ങനെ 2 ബാലിസ്റ്റിക് മിസൈൽസ് വരുന്നു, അത് ഹരിയാനയിൽ വെച്ചിട്ട് നമ്മൾ ഇല്ലാതെയാക്കുന്നു എന്നുള്ള വിവരം വരുന്നു. അപ്പോഴാണ് തിരക്കിട്ട ചർച്ച ഉന്നത തലങ്ങളിൽ നടക്കുന്നത്. കാരണം ഇത്തരത്തിൽ ബാലിസ്റ്റിക് മിസൈൽ, ഇന്റർ കോണ്ടിനെന്റൽ മിസൈൽസ് ഒക്കെ ഇങ്ങോട്ടേക്ക് വിടുക എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. തീർച്ചയായിട്ടും അതിനെ നമുക്ക് കണ്ണും പൂട്ടി തള്ളിക്കളയാനൊന്നും പറ്റില്ല. അവിടെ നമുക്ക് ക്ഷമയോ ന്യായവാദമോ ഒന്നും പറയാൻ സമയമില്ല. അതോടുകൂടിയാണ് ഇന്ത്യ ഒരു 30 മിനിറ്റ് നീണ്ടു നിന്നിട്ടുള്ള ഒരു അറ്റാക്ക് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവരും സാഗൂതം വീക്ഷിച്ചുകൊണ്ടിരുന്ന സംഭവമാണത്. അപ്പോൾ ആ സംഭവം നടന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഡ്രോൺ ആക്രമണങ്ങളും കാര്യങ്ങളും ഒന്നുമല്ല. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പാനിക് ആകണ്ട എന്നൊക്കെ കരുതിയിട്ടായിരിക്കാം അത്തരത്തിൽ ഉള്ള ഒരു കാര്യം പുറത്തു വിടാതിരുന്നത്. ഈ കഹൂട്ട ന്യൂക്ലിയർ പ്ലാന്റ് എന്ന് പറയുന്നത് അവർ വളരെ ശ്രദ്ധയോടെ പരിപാലിക്കുന്ന ഒരു കാര്യമാണ്. ആ ആണവ പ്ലാന്റ് അത് തകർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിശേഷം ഇല്ലാതെയാക്കി എന്നുള്ളതല്ല, ഡീആക്ടിവേറ്റ് ചെയ്തു. ഡീആക്ടിവേറ്റ് ചെയ്തത് നമ്മുടെ ഒരു സീക്രട്ട് വെപ്പൺ ഉണ്ട്. അത് ഇതുവരെ അധികം ആർക്കും അറിയാത്ത ഒരു വെപ്പണാണ് എന്നാണ് പറയപ്പെടുന്നത്. ദുർഗ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ലേസർ സാങ്കേതിക വിദ്യയാണ്. അതിന് ഏതാണ്ട് 100 കിലോവാട്ട്സ് ലേസർ പ്രവഹിക്കാനൊക്കെ കഴിയുന്ന ഒരു വെപ്പണാണ് ഇത്. ഈ വെപ്പൺ ഉപയോഗിച്ച് ലേസർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അതിനെ ഈ കഹൂട്ട ആണവ പ്ലാന്റിനെ നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്തു. ഇനി ആക്ടിവേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ പെടാപ്പാട് പെടണം. അത് ഈ പറയുന്ന പാകിസ്ഥാൻ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. പൂട്ടി. അപ്പോ ഈ അണുവികിരണമൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതൊരിക്കലും ഇന്ത്യ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം ഇവർ അതെ ഇനി അത് ആക്ടിവേറ്റ് ആക്കി എടുക്കണമെങ്കിൽ എത്രയോ നാളുകൾ എടുക്കുമായിരിക്കും അല്ലെ. പറഞ്ഞറിയിക്കാൻ കഴിയില്ല, വൻ വിപത്താണ്. അപ്പോൾ ഇതിനെ എങ്ങനെയെങ്കിലും നിർവീര്യമാക്കണമല്ലോ. ആ ഒരു ദൗത്യം ഇന്ത്യ ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഇസ്രായേൽ ഈ കഹൂട്ട ന്യൂക്ലിയർ പ്ലാന്റിനെ തകർക്കാം എന്നുള്ള രീതിയിലൊക്കെ എത്തിയതാണ്. പിന്നീട് അതിൽ നിന്ന് പിൻവാങ്ങുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. പിന്നീട് അതിൽ നിന്ന് പിൻവാങ്ങി എന്നുള്ള വിവരങ്ങളും ഒക്കെ ഉണ്ട്. അണുവായുധം ഉണ്ടാക്കുക തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. ഒരു രാജ്യം അണുവായുധം സൂക്ഷിക്കാൻ തുടങ്ങുന്ന ഏറ്റവും പരമഭൂകൃതരാവും. അതെ, ആ സ്ഥലത്താണ് ഈ ഒരു പ്ലാന്റ് ഉള്ളത്. അപ്പോൾ ഈ കിർണ ചിഗായി അണുവായുധം ഉണ്ട്, വളരെ കുറച്ചെങ്ങണ്ടൊക്കെ ഉണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ചഗായി കിനാര ഹിൽസിലൊക്കെയും
ഇത്തരത്തിൽ അവരുടെ സംഭരണ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഭാഗത്തല്ല. പക്ഷെ ഇവർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല. അപ്പം നമ്മുടെ പത്രസമ്മേളനം ബ്രീഫിംഗ് നടത്തുന്ന സമയത്ത് ആ മേധാവി പറയുന്നുണ്ട്, അവർ കിർണ ഹിൽസ് നമ്മൾ ആക്രമിച്ചു എന്ന് പറയുന്നു, അവരുടെ ആണവ നിലയത്തെ നമ്മൾ തകർത്തു എന്ന് പറയുന്നു. എന്തായാലും പാകിസ്ഥാൻ ചെയ്തതൊരു വലിയ കാര്യം. കാരണം അവിടെ അവർക്ക് ഇത്തരം ഒരു കാര്യമുണ്ട് എന്നുള്ള വിവരം അവർ തന്നെയായിട്ട് പുറത്തുവിട്ടു എന്നും പറയുന്നുണ്ട്. അവർ ആക്ച്വലി പ്രതീക്ഷിച്ചത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാക്കുക, ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യയെ മോശമായിട്ട് ഞെട്ടിപ്പിക്കുക. അത് അല്ല, ഇന്ത്യക്കുള്ള പിന്തുണ തള്ളിപ്പോകുമല്ലോ, അത് തകർത്തു എന്നൊക്കെ പറയാം. അണുവികരണം ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ ലോകരാഷ്ട്രങ്ങൾ മുഴുവനും ഒരു വേള ഇന്ത്യക്ക് എതിരെ തിരിയുന്ന കാര്യമല്ലേ. അവിടെ ഇന്ത്യ ചെയ്തത് ഈ ഒരു ഡീആക്ടിവേഷനാണ്. അതും കഹൂട്ടയിലാണ്, കിർണ കുന്നുകളിലല്ല. ഈ ഇവരുടെ എല്ലാ പ്രോജക്റ്റുകളിലും, ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകളിലെല്ലാം ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് അമേരിക്കൻസാണ്. ഔട്ട്സൈഡുള്ള കാര്യങ്ങളിലെല്ലാം പാകിസ്ഥാൻകാരായിരിക്കും. ഇൻസൈഡ് ഉള്ള ഇതിന്റെ എല്ലാ കാര്യങ്ങളും, ഓപ്പറേഷനും കാര്യങ്ങളും ഇൻസൈഡ് ചെയ്യുന്നത്, അതെ, ഇൻസൈഡ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അമേരിക്കൻസ് ആണ്. അപ്പൊ ഈ കഹൂട്ട പ്ലാന്റ് ഇല്ലാതെ ആക്കിയ സമയത്ത് നേരെ ഷെഹബാസ് ഷെരീഫും അസിം മുനീറും ഒക്കെ ആകെ പ്രശ്നത്തിലായി. ഇനി ഇത് എന്ത് ചെയ്യണം? പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ പോലെയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, അനങ്ങുന്നില്ല, കെട്ടി പോലെയായി പോയി. കാരണം അതിൽ എന്തെങ്കിലും ഇന്നർ സൈഡ് വർക്ക് ചെയ്യുന്നത് ഇവരാണ്. അല്ലെങ്കിൽ പിന്നെ ചൈന സഹായിക്കണം, വിളിക്കണം മോനെ. ചൈനയെ വിളിച്ചപ്പോ ചൈന നേരെ ഈ രക്തത്തിൽ ഞങ്ങൾക്ക് പങ്കിലാട്ടാം എന്ന് പറഞ്ഞു. ചെയ്യാൻ പറ്റില്ല. കാരണം ഇവര് പിൻവാതിലിലൂടെ പാകിസ്ഥാനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാവർക്കും അറിയാം. പക്ഷെ അവർ പിൻവാതിലിലൂടെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും. അവരുടെ പണി അതാണ്. അപ്പൊ അവരെ സഹായിക്കുന്നുണ്ട്. പക്ഷെ അവർ പറഞ്ഞു, ഇതിൽ ഞങ്ങൾക്ക് ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് മച്ചമ്പി ക്ഷമിക്കണം, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരും. അതെ, മച്ചമ്പി അതുകൊണ്ട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ആകെ വിളിക്കാൻ ഇവർക്കുള്ളത് ട്രംപാണ്. ട്രംപിനെയാണ് വിളിക്കാൻ പറ്റുക. ട്രംപ് ആണെങ്കിൽ ഇത് കേട്ടതോടുകൂടി ട്രംപ് തകർന്നെങ്കിലും അതുകൊണ്ടാണ് പെട്ടെന്നൊരു ഇമ്മീഡിയറ്റ് വിളി. ആ സമയത്ത് മധ്യസ്ഥ ചർച്ചയ്ക്ക് ട്രംപ് ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞുവല്ലോ. പെട്ടെന്ന് പോരാവോ ഇങ്ങോട്ട്? അതെ, സർവവും കൈവിട്ടുപോയി. അപ്പോഴാണ് ട്രംപ് ഇങ്ങോട്ടേക്ക് ആളെ അയക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ ഞാൻ മനസ്സിലാക്കുന്നത്, കിർണ കുന്നിലെ അണുവികരണം തടയാൻ വേണ്ടിയിട്ട് 4 അമേരിക്കൻ ഉദ്യോഗസ്ഥർ വന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥർ വന്നു എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ കഹൂട്ട പ്ലാന്റ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ഉദ്യോഗസ്ഥരായിരിക്കാം. പക്ഷെ അവര് വന്നത് കിർണ കുന്നിൽ വന്നു എന്നാണ് പാകിസ്ഥാൻ വെച്ചടിച്ചത്. പക്ഷെ സംഭവിച്ചിട്ടുണ്ടാവും ഒരുപക്ഷെ ഡീആക്ടിവേറ്റ് ആയിട്ടുള്ള ഈ കഹൂട്ട പ്ലാന്റ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരിക്കാം. എന്തായാലും ആ ഒരു കാര്യം, നമ്മുടെ ദുർഗ എന്ന് പറയുന്ന വെപ്പൺ ഉപയോഗിച്ച് ഇവർ നമ്മളിത് ചെയ്തതോടുകൂടി ട്രംപും ഈ വിവരം അറിഞ്ഞപ്പോൾ ട്രംപും ഞെട്ടി. കാരണം ഡീആക്ടിവേറ്റ് ഒക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്, വലിയൊരു പദ്ധതിയുടെ ഭാഗമാണ്. അത് ഇത്രയും അണുവായുധത്തിന്റെ ആ പ്ലാന്റ് തന്നെ അനങ്ങാൻ പറ്റാത്ത രീതിയിലാക്കുന്ന ചെറിയ കാര്യം. അതെ, അതെങ്ങനെ ഇന്ത്യക്ക് സാധിച്ചു? കഴിവുറ്റ ഒരു ഓപ്പറേഷൻ അതെ, എങ്ങനെ ഇന്ത്യ അത് സാധിച്ചെടുത്തു? ഈ ഒരു വെപ്പൺ ഇന്ത്യയുടെ കയ്യിൽ ഉണ്ടായിരുന്നോ? ഇതൊക്കെ ഇപ്പൊ അമേരിക്ക വൈറ്റ് ഹൗസിൽ ഇത് വലിയ ചർച്ചാ വിഷയമാണ്, വലിയ രീതിയിൽ പ്രശ്നമായി. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് റിപ്പോർട്ടൊക്കെ നൽകണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ട്രംപ്. ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന നിരവധി ആയുധങ്ങൾ ഇന്ത്യയുടെ പക്കൽ ഇനിയും ഉണ്ടാകുമായിരിക്കും. അതെ.